നമസ്കാരം. ദേ രാഹുൽ പോയി, ദാ പ്രിയങ്ക വരുന്നു. ആഹ്ലാദിപ്പിൻ വയനാട്ടുകാരെ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. വയനാടിനെ അനാഥമാക്കില്ലെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി അക്ഷരം പ്രതി പാലിക്കുന്നു. എന്തു ചെയ്യാം, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു സീറ്റേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേത്തിയിലെ ജനങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ ഇത്തവണ റായ് ബറേലിക്കാർ അവിടെയും രാഹുൽ വേണം എന്ന് വിധി എഴുതിപ്പോയി. അതിനാൽ വയനാടിനെ ഭദ്രമായ കൈകളിൽ ഏൽപ്പിക്കുന്നു. രാഹുലിന് പകരം ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വരുന്നു വയനാട്ടിലേക്ക്. വയനാട്ടുകാരുടെയും രാഹുലിൻ്റെയും ഹൃദയവേദനയ്ക്ക് പരിഹാരമായി. പ്രശ്നം സോൾവ്ഡ്. I want everyone in Wayanad to know that Priyanka is going to fight the election in Wayanad. Priyanka Wayanad se chunav ladegi. ചുരത്തിന് മുകളിൽ കന്നി അംഗത്തിനൊരുങ്ങി പ്രിയങ്ക ഗാന്ധി. मैं लड़की हूँ, लड़ सकती हूँ, तो वो लड़की लड़ सकती है. നീ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണാണേടി പെണ്ണാളേ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കാണേടി പെണ്ണാളേ, നീ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണാണേടി പെണ്ണാളേ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കാണേടി പെണ്ണാളേ. അവിടുത്തെ കേരളത്തിലെ PCCയും കേരളത്തിലെ UDFും എല്ലാം ഒറ്റക്കെട്ടായി ആഗ്രഹിച്ചത് ഈ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. അത് ഇടയ്ക്ക് അവർ പറയാറുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി അങ്ങനെ വല്ലതും മാറുന്നുണ്ടെങ്കിൽ ഇത് പരിഗണിക്കണമെന്ന് അവർ പറയാറുണ്ടായിരുന്നു. അതൊക്കെ കൂടി കണക്കിലെടുത്തിട്ടാണ് പ്രിയങ്ക ഗാന്ധിയെ ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചത്. മാങ്കുട്ടിയെ മാറത്തെടുക്കും മാനത്തെ അമ്പിളിച്ചേലോടെ, തൻ കുഞ്ഞിനെ മാറത്തെടുക്കും താഴത്തെ അമ്പിളി നീയാണേ. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ളത് ഒരു ജനാഭിലാഷമായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ നമ്മളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് ഈ കാര്യമായിരുന്നു. പെണ്ണാളേ 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 പെണ്ണാളേ. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കേരളം. വയനാട് മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും സ്വീകരിക്കും. വയനാട് ഒഴിവ് വരുന്നു. ആ ഒഴിവിലേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നാവരിയും നേരത്ത് നാക്കിൽ ചക്കര തന്നവളാരാണേ, കണ്ണിറഞ്ഞ നേരത്ത് കണ്ണില് തൊട്ടൊരു കൈവിരലേതാണേ. നീയും ഒരമ്മയ്ക്ക് പൊന്മകളാണേ, നിന്നിലെ അമ്മയും ഇങ്ങനെയാണേ. പെണ്ണാളേ പെണ്ണാളേ. പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായി എന്ത് ബന്ധം എന്നാണ് BJPയുടെ ചോദ്യം. മത്സരിക്കാൻ വരുമ്പോൾ രാഹുലിന് വയനാടുമായി എന്തായിരുന്നു ബന്ധം? അല്ല, ഇത് ചോദിക്കുന്ന മുരളീധരൻ എവിടെ നിന്നാണ് രാജ്യസഭയിലേക്ക് വന്നത്? ഗുജറാത്തുകാരനായ പ്രധാനമന്ത്രി എന്തിന് വാരണാസിയിൽ മത്സരിക്കണം? ദേശീയ നേതാക്കൾക്ക് എവിടെയും മത്സരിക്കാമല്ലോ. രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. വയനാടുമായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ബന്ധമാണെന്ന് രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട്? ഇന്ത്യയുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത്. പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം എവിടെ നിന്നാണ് രാജ്യസഭയിലായത്? ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നെന്നറിയോ? രാജ്യസഭാ മെമ്പറായപ്പോ ഇതൊക്കെ പറയുമ്പോൾ ഈ ഒരു വിരൽ നമ്മുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലല്ലോ കേന്ദ്രമന്ത്രിയായത്, ഏതോ സംസ്ഥാനത്ത് പോയിട്ട് MP ആയിട്ടല്ലേ. നിർത്തി അവമാനിക്കുവാണെന്നേ. വയനാട് തൻ്റെ കുടുംബം ആണെന്ന് ഇടയ്ക്കിടെ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ വീണ്ടും കുടുംബക്കാരോട് മത്സരിക്കേണ്ടി വരുമെന്ന് രാഹുലിനെതിരെ മത്സരിച്ച സുരേന്ദ്രന് തോന്നിയില്ല. ഇപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് 2019-ലും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണെന്നാണ്. നാട് എൻ വീട്
വയനാട് കൂട് എന്മേട് ഈ വയനാട്. അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു. എടാ മിടുക്ക, മനസ്സിലാക്കി കളഞ്ഞല്ലോ. അവർക്കൊക്കെ അതൊക്കെ പറയാം. എല്ലാ കാലത്തും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തലും രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തലും ഒക്കെ അവർ ചെയ്യുന്നതാണ്, ചെയ്തോട്ടെ. പക്ഷെ സത്യത്തിൽ ഈ തീരുമാനം ഇപ്പോൾ എടുത്തതാണ്. അപ്പോൾ വയനാട് കുടുംബം രണ്ടാം വീടെന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പൊരുൾ ഇതായിരുന്നു എന്ന് ഇപ്പോൾ വോട്ടർമാർക്കും നാട്ടുകാർക്കും മനസ്സിലായി. അമേത്തിയിൽ മത്സരിക്കാൻ താൻ റെഡിയെന്ന് പറഞ്ഞു വന്ന റോബർട്ട് വാദ്രയ്ക്കുമുണ്ട് പാർലമെന്ററി മോഹം. പ്രിയങ്കയ്ക്ക് പിന്നാലെ ലോക്സഭയിൽ താനും ഉണ്ടാകും എന്ന് പറയുന്ന വാദ്ര കൂടി കേരളത്തിൽ വരുമോ എന്നാണ് BJP-ക്കാരുടെ പേടി. मैं बहुत खुश हूँ कि प्रियंका वायनाड से चुनाव लड़ेंगे, मेहनत करेंगी वो वहाँ भी, और मैं उम्मीद करता हूँ कि वहाँ की जनता उनको भारी बहुमत से जिताए. ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വധേര ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാവും, സംതൃപ്തി അടയും. എനിക്ക് നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. എന്നെ നിന്റെ പാർട്ടി ചേർക്കളിയാ. INSP അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല. അതപ്പതിക്കുന്ന കാലത്ത് ഞാൻ അളിയെ അറിയിക്കാം. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ പാർട്ടി ചേരണം, ഇന്ന് തന്നെ ചേരണം. പാർട്ടി ചേരെ തൂങ്ങിച്ചാവ് എന്ത് പണ്ടാളം പണിയാക്കോ. प्रियंका के संसद में भाग लेने पर, उनको सांसद के रूप पर देखने पर, उसके बाद मैं शामिल हो सकता हूँ. പെങ്ങളൊക്കെ സ്ത്രീ തന്നെ തുക തരുമോ അളിയ? ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. പ്രിയങ്കയ്ക്കെതിരെ CPI-യും LDF-ഉം സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാത്രമല്ലല്ലോ മത്സരം. വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയം ഉറപ്പെന്ന് കോൺഗ്രസ്. സൗഹൃദ മത്സരമല്ല, ശക്തമായ മത്സരമെന്ന് CPI. ഇടയാളും തരവും നോക്കാതെ വെല്ലുവിളിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ചങ്കിക്കുത്തന വർത്താനം പറയല്ലേ അണ്ണാ. ഇവനെ ഒതുക്കിയില്ലെങ്കിലേ നമ്മുടെ ഉത്സവം കുളവാണ്. വയനാട് സീറ്റ് LDF-ൽ CPI-ക്കുള്ളതാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തന്നെ CPI അവിടെ മത്സരിക്കും. CPI ഒരു സ്ഥാനാർത്ഥിയെ എന്തിനാണ് നിർത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ തവണയും അവർ മത്സരിച്ചു. അനുഭവം എന്താണ് എന്ന് ജനങ്ങൾ കണ്ടതാണ്. സോമനാണോ ഒരു വരുത്തിപ്പെണ്ണാണോ ആൾക്കാർക്ക് വലുതെന്നുള്ളത് മത്സരിച്ച് തന്നെ കാണിച്ചു കൊടുക്കും. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാസ്തവത്തിൽ അവർ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടതാണ്. അതിന് പകരം അവർ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനമാണെങ്കിൽ അത് അടുത്തൊരു ഹിമാലയൻ ബ്ലണ്ടറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മത്സര രംഗത്ത് നിന്ന് LDF മാറി നിന്നാൽ ഉണ്ടാകാൻ പോകുന്നത് BJP ഭാഗത്തേക്കുള്ള വോട്ടുകളുടെ കൂട്ട ഒഴുക്കായിരിക്കും. ഞങ്ങൾക്ക് LDF-ന് ഒന്നാം ശത്രു BJP-യാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധമായും അവിടെ മത്സരിക്കും. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. തൃശൂരിലെ ദയനീയ തോൽവിയെ തുടർന്ന് പിണങ്ങി നിൽക്കുന്ന K. മുരളീധരനെ അനുനയിപ്പിക്കാൻ പാർട്ടി സമിതി ഒന്നാകെ തന്നെ എത്തി. എല്ലാ തെരഞ്ഞെടുപ്പ് തോൽവിയെപ്പോലെയും ഇതും പഠിക്കും. വെറും പഠനമല്ല, ഗൗരവമായി പഠിക്കാൻ പോവുകയാണ് കോൺഗ്രസ്. ഇതെത്ര കേട്ടിരിക്കുന്നു? ഇന്നുവരെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ചിട്ടുണ്ടോ പാർട്ടി? ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. KPCC UDF നേതൃയോഗങ്ങളിലേക്കും K. മുരളീധരനില്ല. തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും പങ്കെടുക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും. തൃശ്ശൂരിലെ പരാജയം ഒരു വലിയ ആഘാതമാണ് കോൺഗ്രസിനേറ്റത്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. K. മുരളീധരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അവിടെ മൂന്നാം സ്ഥാനത്താകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഇതങ്ങോട്ട് പിടിച്ചേ അപ്പോയിന്റ്മെന്റ് ഓർഡർ പുഴുങ്ങി തിന്നി. കാരണം ഒരു സർവേയിലും പറഞ്ഞിരുന്നില്ല തൃശ്ശൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. എല്ലാവരും വിജയം പ്രതീക്ഷിച്ചതാണ്. അതും K. മുരളീധരനെ പോലുള്ള സ്ഥാനാർത്ഥി, മുൻ KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന് തട്ടകമായ തൃശ്ശൂരെ മത്സരിക്കുമ്പോൾ അവിടെ മൂന്നാം സ്ഥാനത്തായി എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ വിഷയമാണ്. കോൺഗ്രസ് അതേപ്പറ്റി ഗൗരവമായി പഠിക്കും. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. പണ്ട് തന്നെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി എന്ന് K. കരുണാകരൻ പറഞ്ഞത്
തൃശ്ശൂരിലെ തോൽവിയെ തുടർന്നാണ്. തൃശ്ശൂരിൽ കാലുവാരിയവരെക്കുറിച്ചോ വോട്ട് മറിച്ചവരെക്കുറിച്ചോ നിശബ്ദരായവരെക്കുറിച്ചോ സമിതിക്ക് മുമ്പാകെ വല്ലതും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ആരെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഉമ്മ വയ്ക്കണതും വേർപ്പ് ഒപ്പി കൊടുക്കണം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പുണ്ടെന്ന് ബോധം കെട്ട് പോയി ഒന്ന് തുടച്ച് കൊടുക്കും. ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരല്ലേ ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ. ഇപ്പോൾ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ഇത്ര ലക്ഷം വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ മാന്യന്മാരല്ലേ? അത് ശരിയല്ലല്ലോ. അങ്ങനെ ആര് വിചാരിച്ചാലും നടക്കില്ല. എൻ്റെ കൂടെ ഇറങ്ങി പറ്റിച്ചു. കെ മുരളീധരൻ്റെ കാര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് ഒളിച്ചിരുന്ന് അവിടെ ഇരുന്ന് ഓപ്പറേഷൻ നടത്തി. എന്താ നമ്മൾ പറയില്ലേ, ഒളിപ്പൂര്. ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്ന വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പല എക്സിറ്റ് പോളുകാരും മഷിനോട്ട പ്രവചനക്കാരും പൊളിഞ്ഞിട്ടും തെറ്റാത്തത് പത്മജയുടെ പ്രവചനങ്ങളാണ്. കെ കരുണാകരൻ്റെ മകൾ എന്ന നിലയിൽ രാഷ്ട്രീയം കണ്ടും കേട്ടും പരിചയിച്ചത് കൊണ്ടാവാം പത്മജയ്ക്ക് പ്രവചനങ്ങൾ എളുപ്പമായത്. ആദ്യത്തെ പ്രവചനം. ഇവിടെ എല്ലാവരും ചോദിക്കും താമര വിരിയോ 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 എന്ന്. ഇത്തവണയെങ്കിലും ഒന്ന് വിരിഞ്ഞു കണ്ടാവും. എന്താ സംശയം, ആദ്യത്തെ താമര വിരിയണത് തൃശ്ശൂരായിരിക്കും. താമര വിരിയും എന്ന പ്രവചനം ശരിയായി. ഇനി രണ്ടാമത്തെ പ്രവചനം. കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട. അത് കെ മുരളീധരന് അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ താമര വിരിയിച്ചു BJP. സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങെടുത്തു. കെ മുരളീധരനെ തോൽപ്പിക്കാൻ ഇത്ര ലക്ഷം വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ മാന്യന്മാരല്ലേ? തൃശ്ശൂർ കരുണാകരന്റെ മക്കളെ ഒരിക്കലും ജയിപ്പിക്കാത്ത സ്ഥലമാണ്. ഞാനും തോറ്റു, എന്റെ ചേട്ടനും തോറ്റു, അച്ഛനും തോറ്റു. ഈ ചിലർക്ക് ചില സ്ഥലങ്ങളിൽ രാശിയില്ല. ജനിച്ച സ്ഥലത്ത് എനിക്ക് രാശിയില്ല. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് രാശിയില്ലാത്തത് തൃശ്ശൂരിനല്ല, തൃശ്ശൂരത്തെ കുറേ ആളുകളുണ്ട്. അവരുള്ളിടത്തോളം കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതും ശരിയായി. തൃശ്ശൂരിൽ ലീഡർ കെ കരുണാകരന്റെ മക്കൾ നിന്നാൽ തോൽക്കും. ഇനി അടുത്ത പ്രവചനം. അപ്പൊ അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിനെ കുറ്റം പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ മനസ്സ് വട്ടിയൂർക്കാവിലായിരുന്നു. തനിക്ക് ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങളും രാഷ്ട്രീയ അടിത്തറയുമുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരൻ പണി തുടങ്ങി. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടന്ന് മത്സരിക്കുന്ന ആളുണ്ടല്ലോ ശ്രീ മുരളീധരൻ. അതുകൊണ്ട് അദ്ദേഹം വടകരയിൽ നിന്ന് ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സ് വട്ടിയൂർക്കാവിലായിരുന്നു. ജോത്സ്യനാണോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് അടുത്ത പ്രവചനം. എനിക്ക് പിന്നെ ഒരാളെ കൂടി പറ്റി പറയാണ്ട്. ഇവിടെ ഒരു നേതാവ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ, രാഹുൽ മാങ്കൂട്ടത്തില. അതിന്റെ കാരണം എന്നറിയോ? ഷാഫിയുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഷാഫിനെ വെട്ടാൻ വേണ്ടി കോൺഗ്രസ് ഷാഫിനെ അവിടെ കൊണ്ടിട്ടു. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ആരെങ്കിലും ഒതുക്കണോ, അപ്പ പാർലമെന്റിൽ നിർത്തും. അതോടെ ഇവിടുന്ന് പോയി കിട്ടില്ല. അവിടെ പോയ പട്ടി അന്തയ്ക്ക് പോയ മാതിരി അവിടെ ഇരിക്കുകയും ചെയ്യും. ഒരു കാര്യമില്ല. ഇനിയിപ്പോ അടുത്ത കൺട്രോൾ നിങ്ങൾ പാലക്കാട് നിൽക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഷാഫിനെ പിടിച്ചിട്ട് ഇവിടെ നിർത്തിയത്. അവരെങ്ങനെങ്കിലും ജയിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് അവൻ എന്തു വില കൊടുത്തും ഇവിടെ തോക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ അവനെ ജയിപ്പിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. ഇനിയിപ്പോ അടുത്ത കൺട്രോൾ നിങ്ങൾ പാലക്കാട് നിൽക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. മണ്ഡലത്തിൽ സജീവമാകാൻ KPCC നിർദ്ദേശം. ഏതായാലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരാഴ്ച മുൻകൂട്ടി തന്നെ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ആളൊരു മിടുക്കൻ തന്നെയാണല്ലോ. ആട്ടെ, എങ്ങനെ ഇത്ര കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നു? അച്ഛനൊരു രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയാ, എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു. അത് മുഴുവൻ കൂടെ ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പൊ കാരണം അവര് സമ്മതിക്കില്ല. ആ തന്തയുടെ എല്ലാ വേലത്തരങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ട്.